തുഴച്ചിൽക്കാർ 10 തുഴച്ചിൽക്കാരെ നമ്മൾക്ക് ഇങ്ങോട്ട് ആവേശകരമായ ഈ കപ്പുകൾ നേടിയ നെഹ്റു ട്രോഫി അടക്കം വിജയിച്ച VBCയുടെ തുഴച്ചിൽക്കാരെ ഇങ്ങോട്ട് വിളിക്കാം. ഞാൻ ആദ്യം വളരെ പേഴ്സണലായി ലീഡിംഗ് ക്യാപ്റ്റൻ ബൈജുവിനെ വിളിക്കുകയാണ്. ബൈജു കുട്ടനാട്. ബൈജു എൻ്റെ കോളേജ് മേറ്റ് കൂടിയാണ്. നിങ്ങൾ കോളേജ് മേറ്റ് ആണെങ്കിൽ ഞങ്ങൾ നെയിം മേറ്റ് ആണ്. ഞാൻ ഷൈജു, അങ്ങേര് ബൈജു. ഷൈജുവും ബൈജുവും. രാജീവ്, അനു, അരുൺ, അനൂപ്, ആരോമൻ, അനന്തൻ, ഉണ്ണി. ബൈജു, കഴിഞ്ഞ തവണ വല്ലാത്തൊരു മിസ്സായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ട്രയലിൻ്റെ അവസാന ദിവസം, അന്ന് മത്സരത്തിന് പോകുന്നതിന് തൊട്ടു മുമ്പുള്ള പരിശീലനത്തിൻ്റെ അവസാന ദിവസമാണ് നമ്മളന്ന് സംസാരിച്ചത്. അത് കഴിഞ്ഞ് വിയപുരം മത്സരത്തിൽ വിജയിക്കുന്ന ഒരു ഘട്ടത്തിൽ നിന്നാണ് നഷ്ടപ്പെട്ടു പോയത്. പക്ഷേ അതൊരു അസാമാന്യമായ നഷ്ടപ്പെട്ടതല്ല. ഞങ്ങൾ വിജയികളാണെന്ന് തന്നെ ഞങ്ങളിപ്പോഴും ഉറച്ച് വിശ്വസിക്കുന്നത്. അത് ഞങ്ങളുടെ തട്ടിപ്പറിച്ചതാണ്. സത്യത്തിൽ ഒരു നീതികേട് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. അതിന്റെ പകരം വീട്ടിൽ കൂടിയായിരുന്നു നമ്മുടെ പരിപാടി തുടങ്ങിയത്. വ്യവസ്ഥിതികൾക്കെതിരെ പോരാടും, അനീതി കണ്ടാൽ എതിർക്കും. ഇവിടെ ഇപ്പൊ ചോദിച്ചില്ലേ, അപ്പൊ അവരെ സംബന്ധിച്ച് ആ വള്ളത്തോടോ ആ ടീമിനോടോ ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല. ഞങ്ങൾക്ക് കൂടി അർഹതപ്പെട്ടതായിരുന്നു. അതെ, അന്ന് പങ്കിടേണ്ടതായിരുന്നു. തീർച്ചയായിട്ടും അത് തന്നെയാണ്. അത് ഈ സ്പോർട്സിന്റെ ഒരു മനോഹാരിത, ഒരു ബ്യൂട്ടി വർദ്ധിപ്പിക്കുവായിരുന്നു. തൊട്ടടുത്ത വർഷം നിങ്ങൾ വിസ്മയം പോലെ അതിഗംഭീരമായി ഇത്തരം വർത്തമാനങ്ങൾക്കൊന്നും മേടിച്ചില്ലേ, ഒറ്റയ്ക്ക് മേടിച്ചില്ലേ, ഒരു പങ്കിടാൻ പോലും ഇല്ല. അല്ല ചേർത്തെ, ഒരു പോയിന്റ് കൂടെ ഉണ്ട്. ഈ മില്ലി മൈക്രോ സെക്കൻഡ് ആണെന്ന് വിവാദമായത്. ആ മില്ലി മൈക്രോ സെക്കൻഡ് ഉപേക്ഷിച്ചു, എല്ലാം പറഞ്ഞു കോംപ്ലിമെന്റ്സ്. അതിപ്പോ ഞങ്ങളുടെ കോച്ച് ഇപ്പോൾ ഇവിടെ സംസാരിച്ചല്ലോ, ഞങ്ങളുടെ ഒരു തീരുമാനം അതായിരുന്നു, വില്ലേജ് ബോൾ ക്ലബിന്റെ തീരുമാനം. ഞങ്ങളുടെ കുട്ടികളോട് പറഞ്ഞു, ഇത്തവണ ഒരു തർക്കം ഉണ്ടാകാൻ പാടില്ല, വ്യക്തമായിരിക്കണമല്ലോ, ഉജ്ജ്വലമായൊരു വിജയം, അത് വ്യക്തമാണ്. അപ്പം ഞങ്ങൾക്കെതിരെ മത്സരിക്കുന്നവർ വളരെ കരുത്തുള്ളവരാണ്. ആ ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഇപ്പം നിങ്ങൾ ചോദിച്ചല്ലോ ഫിനിഷിലെ മാജിക്കൊക്കെ പറഞ്ഞല്ലോ, ഞങ്ങൾക്കറിയാം 4ാം ട്രാക്കിൻ്റെ ഫിനിഷിംഗ് പോയിന്റ് ആ അവസാനത്തെ കൊടിപ്പാട് ടഫാണെന്ന് ഞങ്ങൾക്കറിയാം. മറ്റ് ട്രാക്കുകളെ അപേക്ഷിച്ച് പ്രതികൂലാവസ്ഥയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനെ ഞങ്ങൾക്ക് മറികടക്കണമല്ലോ. അതിന് മറികടക്കാനുള്ള തന്ത്രം ഞങ്ങൾ കോച്ചും ഞങ്ങൾ ടീം മൊത്തത്തിൽ ആലോചിച്ചു. ആ തന്ത്രം ഞങ്ങൾ കുട്ടികളോട് പറഞ്ഞു. അവർ മനോഹരമായിട്ട് അത് ചെയ്തു. അതിൻ്റെ വിജയമാണ് ഉള്ളത്. ബ്രില്യന്റ് ഗെയിം പ്ലാൻ ആയിരുന്നു അല്ലേ ഷൈജു? തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ പറയാറില്ലേ, ചെന്നൈയിലാണെങ്കിൽ പന്ത് ടേൺ ചെയ്യും, പോർട്ടോസ്പെയിനിലാണെങ്കിൽ പേസ് ആണ്. അതൊക്കെ പറഞ്ഞല്ലോ പ്രമോദ് എൻ്റെ സുഹൃത്ത് പറഞ്ഞല്ലോ, എതിരാളി തൊട്ടടുത്തുണ്ട്, എപ്പോഴും സൂക്ഷിക്കണമെന്ന്. ഈ ബോധം ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ട്. കഴിഞ്ഞ വർഷത്തെ വലിയൊരു മത്സരത്തെ അതിജീവിച്ച് ഞങ്ങളവിടെ വന്നല്ലോ. അപ്പോഴും ഞങ്ങൾക്ക് വിധികർത്താക്കൾ എതിരായപ്പോഴും ഞങ്ങൾ നിരാശരായിട്ട് കുനിഞ്ഞിരുന്നില്ല. ഞങ്ങളുടെ ഉള്ളിലൊരു പകയുണ്ടായിരുന്നു. ആ പക ഞങ്ങൾ ഊർജ്ജമാക്കി മാറ്റി. ഏറ്റവും സൗന്ദര്യത്തോടെ ഏറ്റവും വലിയൊരു നേട്ടത്തിലേക്ക് തൊട്ടടുത്ത വർഷം അങ്ങനെ വിരിയും പോലെ വന്ന് ഞങ്ങളുടെ ഊർജ്ജം, ആ ഊർജ്ജത്തെ ഞങ്ങൾ ട്രാക്ക്. ഞങ്ങളാണ് ഒരു വലിയ കൈയടി വേണ്ടത്, ഒരു വലിയ കൈയടി. അത് ഞങ്ങൾക്ക് ആരോടും വ്യക്തിപരമല്ലായിരുന്നത്, ഞങ്ങളോട് തന്നെ, ഞങ്ങളുടെ കുറവുകളോട്, ഞങ്ങളുടെ പരിമിതികളോട് ഞങ്ങൾ മത്സരിച്ചു. ആ കുറവുകൾ ഇല്ലാതാക്കിയപ്പോൾ ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിഞ്ഞു. ഞങ്ങൾ ഇത്രയും നേരം ബൈജു പറഞ്ഞതിനെ പ്രമോദ് വെളിനാട് പറഞ്ഞൊരൊറ്റ വാചകത്തിൽ ഫിനിഷ് ചെയ്യാണ്. പിടിച്ചു വാങ്ങിയ വിജയം എന്നാണ് ഇത് കേട്ടുകൊണ്ട് പ്രമോദ് അവിടെ നിന്ന് പറഞ്ഞത്. അമേസിങ്, വളരെ ഗംഭീരമായിട്ടുള്ള തലക്കനമൊന്നും ഞങ്ങൾക്കില്ല. തലക്കനം കാണിച്ച ഇടി മേടിക്കും. ഒരു പോയിന്റ് കൂട്ടിച്ചേർക്കാനുണ്ട്. ഈ ബൈജു കുട്ടനാട് ലീഡിംഗ് ക്യാപ്റ്റൻ, ഞാൻ ഇപ്പം നമ്മളിപ്പോൾ ഒരു ടീമിന്റെ ലീഡിംഗ് ക്യാപ്റ്റൻ, പല ലീഡിംഗ് ക്യാപ്റ്റന്മാരായിട്ട് ബന്ധമുണ്ട്. പക്ഷേ ഇദ്ദേഹത്തെ പല തവണ പല ആവശ്യങ്ങൾക്ക് പല സമയത്ത് വിളിക്കുകയും ബന്ധപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എപ്പോൾ വിളിച്ചാലും ഒരേപോലെ മറുപടിയാണ്. ഒരിക്കലും ഒരു അസഹിഷ്ണുത കാണിക്കാതെ സ്നേഹത്തോടെ സൗമ്യമായി എന്ത് കാര്യത്തിനും പ്രതികരിക്കുന്ന ഒരു ബൈജു കുട്ടനാട് ഒരു ലീഡിംഗ് ക്യാപ്റ്റൻ ഷുഡ് ബി എ ഡിപ്ലോമാറ്റ് ഓൾസോ എന്ന് കൂടി നമ്മളെ പഠിപ്പിക്കുകയാണ്. കയ്യടി കൊടുക്കുക ബൈജു കുട്ടനാട്. അപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിലെ രാഹുൽ ദ്രാവിഡിനെ പോലൊക്കെ ഒരു വൻമതിലായി വളരെ കൂൾ മാൻ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സംസാരിച്ചവൻ പറഞ്ഞ ലെജൻഡ്സിനെ കുറിച്ച് പറഞ്ഞ്, സച്ചിനെ കുറിച്ചും റോജർ ഫെഡറിനെ കുറിച്ചും, അതൊക്കെ വ്യക്തിഗത ഗെയിമാണ്. ഒരു വ്യക്തിക്ക് അവൻ്റെ കഴിവ് തെളിയിച്ച് അതിൻ്റെ പരമാവധിയിലെത്തിയാൽ അങ്ങനെ പിടിച്ചു നിൽക്കാം. ഇത് ടീം ഗെയിമാണ്, 100 പേരുടെ ഗെയിമാണ്. അങ്ങനെ നമുക്ക് എല്ലാ കാലത്തും എല്ലാ വർഷവും, ഇപ്പം എതിർ ടീമിനെ കുറിച്ച് പറഞ്ഞു, അപ്പോൾ അവർ 5 വർഷം ആ വിജയം നിലനിർത്തി എന്നുള്ളതിൽ അവരെ ഞാൻ അഭിനന്ദിക്കുന്നു. കാരണം അത് നിസ്സാരമായൊരു കാര്യമല്ല, എല്ലാവർക്കും സാധിക്കത്തില്ലത്. അങ്ങനെ ഞങ്ങൾക്കും സാധിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി ഞങ്ങൾ പരിശ്രമിക്കും. പക്ഷേ അങ്ങനെ ഒരു ചരിത്രത്തിൽ ഇടം നേറിയ ആ ക്ലബിനെ തീർച്ചയായിട്ടും UBC ചരിത്രത്തിൻ്റെ ഇടമാണ്. കോമരംഗ ടൗൺ 4 പ്രാവശ്യം ഒരുമിച്ച് ട്രോഫി എടുത്തു, ഇവർ 5 പ്രാവശ്യം എടുത്തു. പള്ളാത്തുരുത്തി ബോൾ ക്ലബ്ബ് ഞങ്ങൾ എതിരാളികളെ അംഗീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. ഞങ്ങളുടെ കഴിവിലും ഞങ്ങളുടെ കുട്ടികളുടെ കഴിവിലും വിശ്വസിച്ച് ഞങ്ങൾ അതിൻ്റെ വിജയമാണ്. അപ്പോൾ ബൈജുവിനെ ശ്രീ CK സദാശിവൻ അദ്ദേഹം മെഡൽ നൽകി ആദരിക്കുന്ന ഈ സായാഹ്നത്തിൻ്റെ ഏറ്റവും സന്തോഷകരമായ ഒരു കാഴ്ചയിലേക്ക് പോകാം.
ശ്രീ ബൈജു കുട്ടനാടിന് ശ്രീ CK സദാശിവൻ മെഡൽ നൽകി ആദരിക്കുകയാണ്. ഈസ്റ്റേൺ VBC വിക്ടറി സെലിബ്രേഷനിൽ ആദ്യത്തെ മെഡൽ ഏറ്റുവാങ്ങുന്നത് VBC വില്ലേജ് ബോട്ട് ക്ലബ് കൈനകരിയുടെ ലീഡിംഗ് ക്യാപ്റ്റൻ ബൈജു കുട്ടനാട്. അതുപോലെ തന്നെ പ്രമോദാണ് അടുത്ത VBCയുടെ പ്ലീസ് കം പ്രമോദ്. രാജീവ് കുമരകം. രാജീവ് കുമരകം. അടുത്തതായി ഓർക്ല ഈസ്റ്റേൺ ഇന്ത്യ CEO ശ്രീ ഗിരീഷ് നായരാണ്. ഒന്നാം തുഴക്കാരന് അരുൺ. അരുൺ ഒന്നാം തുഴ. അരുൺ വെള്ളം കുളങ്ങര ഒന്നാം തുഴച്ചിൽക്കാരൻ അരുൺ വെള്ളം കുളങ്ങര. അടുത്തതായി ഓർക്ല ഇന്ത്യ ഈസ്റ്റേൺ CHRO റോയ് കുളമക്കലാണ്. ആരോമൽ നിങ്ങളെല്ലാം കണ്ടു കാണും TV-ല് അരുണിന്റെ അമ്മ കരഞ്ഞുകൊണ്ട് ഈ വള്ളത്തിനൊപ്പം ഓടുന്ന ഒരു ദൃശ്യമുണ്ട്. നിങ്ങളുടെ അമ്മയുടെ പ്രാർത്ഥനയാണ് മുത്തേ. അത് ലോകം മുഴുവൻ അത് പോയി കണ്ടു. ആരോമലിന്റെ അമ്മ ഇവിടെ ഉണ്ടോ? അമ്മയെ വേദിയിലേക്ക് വിളിക്കാം. ആരോമലിന്റെ അമ്മ കടന്നു വരാ. ആരോമലിന്റെ അമ്മ. 1000 അമ്മമാരുടെ പ്രാർത്ഥനയാ. ആരോമലുണ്ണിയുടെ അമ്മ. റീലൊന്ന് കാണാം. ആ ഇൻസ്റ്റാ റീലൊന്ന് കാണാം. അപ്പൊ ആരോമലുണ്ണി അമ്മയെ ലോകമെമ്പാടുമുള്ള മലയാളി രണ്ടുപേരായിരുന്നല്ലോ. എന്ത് ചേച്ചി എന്ത് വാ, രണ്ടുപേരും വാ. Kindly play that Insta reel. ഇവിടെ വാ. VBC കൈനകരിയുടെ തുഴച്ചിൽക്കാരൻ